ശിർക്കുമില്ല. ലൈസ ഫീഹി ശിർകുൻ ഫിൽ ഖൽഖ്, ലൈസ ലഹു ശിർകുൻ ഫിൽ ഖൽഖ്, ലൈസ ലഹു ശിർകുൻ ഫിൽ മുൽക്ക്, ലൈസ ലഹു ശിർകുൻ ഫിൽ തദബ്ബുർ. ഉടമസ്ഥതാധികാരത്തിലും അല്ലാഹ്ക്ക് വേറെ ആരുമില്ല, നിർമ്മാണാധികാരത്തിലും അല്ലാഹ്ക്ക് വേറെ ആരുമില്ല, നിയന്ത്രണാധികാരത്തിലും അല്ലാഹു തആലക്ക് വേറെ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങനെ ആളില്ല എന്ന് പറഞ്ഞാലും എന്റെ വക പിടിച്ചോ ഒരാളെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മളെ പരിപാടി എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ വേറെ ആരെയും കൂട്ടിയിട്ട് കാര്യമില്ല, എന്റെ ഉടമസ്ഥതാധികാരം എനിക്ക് മാത്രമുള്ളതാണ്, എന്റെ നിർമ്മാണാധികാരം എനിക്ക് മാത്രമുള്ളതാണ്, എന്റെ നിയന്ത്രണാധികാരം എനിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഞാനല്ലാത്ത ഒരാളെയും നിങ്ങൾ കൂട്ടരുത്, ഞാനല്ലാത്ത ഒരാളെയും നിങ്ങൾ ശുപാർശക്ക് വെക്കരുത്, ഞാനല്ലാത്ത ഒരാളോടും നിങ്ങൾ സഹായത്തിന് തേടരുത്, ഞാനല്ലാത്ത ഒരു വസ്തുവിനെയോ ശക്തിയെയോ വ്യക്തിയെയോ എന്റെ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുവന്നാൽ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞ അല്ലാഹു തആല. നീ പാപങ്ങൾ ചെയ്താൽ നിനക്ക് ഞാൻ പുറത്തു തരാം, പാതകം ചെയ്താൽ ഞാൻ പുറത്തു തരില്ല എന്ന് പറഞ്ഞ അല്ലാഹു തആല. ശിർക്ക് പാപമല്ല, പാതകമാണ്. ബാക്കിയുള്ളതെല്ലാം പാപങ്ങളാണ്. പാപങ്ങൾ വേറെ, പാതകങ്ങൾ വേറെ. പല കാര്യങ്ങളും മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടുകാരായ, പ്രത്യേകിച്ചിട്ട് മലപ്പുറം ജില്ലക്കാരായ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു വലിയ വിഷയമാണ്. അത് മലയാള ഭാഷയുടെ പോരായ്മയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ പല വാക്യങ്ങൾക്കും മലയാളത്തിൽ അർത്ഥം വെച്ചു കൊടുത്തപ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വന്നു പോയിട്ടുണ്ട്. റഹ്മാനും റഹീമും കരുണാകരനും കരുണാനിധിയുമായതുപോലെ ഇത് സാധാരണ എന്താ അർത്ഥം വെക്കല്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. എങ്ങത്തെ അല്ലാഹ് അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹ്. പിള്ളേർക്കാകെ രണ്ട് കരുണാകരനെ പരിചയമുള്ളൂ. ഒന്ന് തമിഴ്നാട്ടിലെ കരുണാനിധിയും ഒന്ന് കേരളത്തിലെ കരുണാകരനും. കേരളത്തിലെ കരുണാകരൻ പോയി, ഇനി തമിഴ്നാട്ടിലെ കരുണാനിധി ബാക്കിയുണ്ട്. ബിസ്മിക്ക് അർത്ഥം വെച്ചുകൊടുക്കുമ്പോൾ പിള്ളേർ ചിന്തിക്കും കരുണാകരനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. പിള്ളേർ ചിന്തിക്കല് ഈ രണ്ട് കരുണാകരന്മാരെയാണ്. പിള്ളേർക്ക് ഇപ്പോൾ അള്ളാഹിനെ മനസ്സിലായിട്ടില്ല, റഹ്മാനെയും മനസ്സിലായിട്ടില്ല, റഹീമിനെയും മനസ്സിലായിട്ടില്ല, കരുണാകരനെയും മനസ്സിലായി, കരുണാനിധിനെയും മനസ്സിലായി. ഇതാണ് കുഴപ്പം. അതുകൊണ്ട് പഴയ ഉസ്താദന്മാർ അർത്ഥം വെച്ചൊരു ഇങ്ങനെ ഇപ്പൊ പിന്നെയും മനസ്സിലാവും. അങ്ങനെ തന്നെ ലേറ്റസ്റ്റ് മലയാളത്തിൽ ഇസ്ലാമിനെ പഠിക്കാൻ മെനക്കെട്ട സംഗതി നടക്കുകയും ചെയ്യില്ല. അങ്ങനെ ലേറ്റസ്റ്റ് മലയാളമല്ല, ഓൾഡ് മലയാളമല്ല, ഒരു മലയാളത്തിനും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള താക്കത്തില്ല ഒരു വിശദീകരണത്തോടു കൂടി അല്ലാതെ. അതുകൊണ്ടാണ് പഴയ ഉസ്താദന്മാർ ഇങ്ങനെ അർത്ഥം വെച്ചത്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ-റഹ്മാൻ, അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ്. അർ-റഹീം, അനുസരിക്കുന്നവർക്ക് ആഖിറത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഇപ്പൊ ഏതാണ്ട് മനസ്സിലായി അല്ലേ? ഇപ്പൊ ഏതാണ്ടൊക്കെ റഹ്മാൻ ആരാണ്, റഹീം ആരാണ് മനസ്സിലായി. നമ്മളെന്തിനാ കരുണാകരനും കരുണാനിധിയാക്കി മാറ്റിയത്? ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. വെറുതെ ആൾക്കാര് ശിർക്ക് ചെയ്യുന്നു, കുഫ്ർ ചെയ്യുന്നു, ആൾക്കാർ പിന്നെ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു വെച്ചിട്ട് ബഹളം വെച്ചോണ്ട് കാര്യമില്ല. നമ്മൾ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും അനിയന്മാർക്കും ഏട്ടന്മാർക്കും നേരെ ചൊവ്വെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാൻ താക്കത്തുള്ളവരാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങൾ. അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ആൾക്കാരുണ്ടാവും അത് പിന്നെ ഹൃദയം തുറക്കാതെ ഇരിക്കുന്നവരാണ്. തുറക്കാണ്ട് ഇപ്പം നമുക്കൊന്നും കൊടുക്കാൻ പറ്റുമോ? ഗ്ലാസും പൂട്ടി വെച്ചിട്ട്, പാത്രം പൂട്ടി വെച്ചിട്ട് അതിൽ പാലൊഴിക്കുക എന്ന് പറഞ്ഞാൽ പാലൊഴിക്കുക നടക്കും. അത് പുറത്തേക്ക് പോകാല്ലേ? പൂടി തുറന്നിട്ട് ആ പാല് ഒഴിച്ചതായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത് കുടിച്ചോളും. അല്ലെങ്കിൽ ഇത്ര ആൾ കൂണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിനെ കേൾക്കാൻ കൂടിയതല്ലേ. മനസ്സിലാണ്ടോ? അള്ളാഹു തആല മനസ്സിലാക്കി കൊടുക്കാനും മനസ്സിലാക്കാനും നമുക്ക് രണ്ടു കൂട്ടക്കാർക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടും കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇൻഷിറാഹ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് കേട്ടില്ലേ? റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. പടച്ചവനെ, ഞാൻ ഫിറൗന്റെ അടുത്തേക്ക് പോവുകയാണ്, ഞാനും എൻ്റെ അനുജനും. പക്ഷേ നീ ഹൃദയം തുറന്നു തരണം, ഇൻഷിറാഹ് നീ തരണം, എന്നിട്ട് നീ എളുപ്പമാക്കി തരണം. ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂല പടച്ചവനെ, എല്ലാം നീ നടത്തേണ്ട കാര്യങ്ങളാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഏതൊരുത്തന്റെ നെഞ്ചകം അള്ളാഹു ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുത്തോ, ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി, അവൻ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിൽ നിന്ന് പ്രകാശം ലഭിച്ചവനാണ് അവൻ. ഹൃദയം തുറന്നു കിട്ടണം. ഹൃദയം പൂട്ടി വെച്ചിട്ട് കേൾക്കാൻ മെനക്കെട്ടാൽ ഒന്നും കിട്ടുകയല്ല. നമ്മളെ കൊണ്ട് അത് തുറക്കാനിട്ട് പറ്റുകയും ചെയ്യില്ല.
ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹു പറഞ്ഞു ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയത്തെ പൂട്ടിയിട്ടിരിക്കുന്നവനിക്ക് സർവനാശം. എന്തുകൊണ്ടാണ്? അവന്റെ ഹൃദയത്തിലേക്ക് ഒന്നും കയറൂല, കാരണം പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട്. തുറന്നിട്ടിരിക്കണം. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ വരും. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞില്ലേ ഒരു അനുഗ്രഹം, അലം നശ്റഹ് ലക സദ്റക്, അലം നശ്റഹ് ലക സദ്റക്. ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൽബ് തുറന്നു തന്നില്ലേ നബിയെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതൊക്കെ മനസ്സിലായില്ലേ നബിയെ? അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹു തആല പറഞ്ഞത്. അവൻ നബിയായാലും റസൂലായാലും മറ്റാരായാലും ഹൃദയം അല്ലാഹ് തുറന്നു തന്നെങ്കിൽ മാത്രമേ പറയുന്ന പറച്ചൽ കൊണ്ട് ഉപകാരമുള്ളൂ, കേൾക്കുന്ന കേൾക്കൽ കൊണ്ട് ഉപകാരമുള്ളൂ. നാവ് കൊണ്ടൊരു 100 കൊല്ലം പറയാം. നാവ് കൊണ്ട് പറയുന്ന വാക്ക് ഒരു നിമിഷ നേരം ഒരു ചാൺ ദൂരത്തുള്ള കൽബിൽ ഇറങ്ങിക്കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. കൽബും പൂട്ടി 1000 കൊല്ലം പറഞ്ഞാലും കൽബിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. കേൾക്കൽ 1000 കൊല്ലം കേൾക്കാം. എത്ര കൊല്ലം കേട്ടാലും ചെവിയിൽ നിന്ന് ഒരു ചാൺ ദൂരത്തുള്ള കൽബിലേക്ക് ഈ കേട്ട വിഷയം ഇറങ്ങുന്നില്ലെങ്കിൽ എത്ര കാലം കേട്ടിട്ടും കാര്യമില്ല. ഒരു ദിവസം ഒരു വാക്ക് ആ ചെവിയിൽ നിന്ന് കേട്ടത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം മുതൽ അവൻ രക്ഷയുടെ മാർഗത്തിലായിരിക്കും. ആ രീതിയിൽ നാം ഇൻഷറാഹിന് വേണ്ടി ചോദിക്കണം അല്ലാഹുവിനോട്. ആണുങ്ങളും ചോദിക്കണം, പെണ്ണുങ്ങളും ചോദിക്കണം. റബ്ബേ, മനസ്സ് തുറന്നതാ അല്ലാഹ്. അങ്ങനെ തന്നെ ചോദിക്കണം. മുത്തലക്കായിട്ട് ചോദിക്കണം, മുത്തലക്കായിട്ട് ചോദിക്കണം. ഷർത്ത് വെച്ചിട്ട് മുഖയ്യതായിട്ട് ചോദിക്കണ്ട. മുജാഹിദ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കൽബ് തുറന്നതാ അല്ലാഹ്. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് മനസ്സിലാക്കാൻ കൽബ് തുറന്നതാ അല്ലാഹ്. തബ്ലീഗുകാരൻ പറയുന്നത് മനസ്സിലാക്കാൻ കൽബ് തുറന്നതാ. ഇത് മുത്തലക്കായ ചോദ്യമാണ്, മുഖയ്യതായ ചോദ്യമാണ്. മുഖയ്യതായ ചോദ്യം വേണ്ട. നീ പറഞ്ഞത് എന്താണോ അത് മനസ്സിലാക്കാൻ തൗഫീഖ് താ അല്ലാഹ്. അങ്ങനെ ചോദിക്കാവൂ. അങ്ങനെ നീ പറഞ്ഞത് എന്താണോ, ഞാൻ മനസ്സിലാക്കണമെന്ന് നീ ആഗ്രഹിച്ചത് എന്താണോ അത് കേൾക്കാൻ വേണ്ടി തുറന്നതാ അല്ലാഹ്. അങ്ങനെ ചോദിക്കണം അല്ലാഹുവോട്. റബ്ബി ഇശ്റഹ് ലി സദ്രി എപ്പോ ചോദിച്ചുകൊണ്ടിരിക്കണം. കൽബ് തുറന്നതാ അല്ലാഹ്, കൽബ് തുറന്നതാ അല്ലാഹ്. അല്ലാഹു തആല ഒരു നിമിഷം തുറക്കും. ചിലപ്പോൾ മരിക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പായിരിക്കും തുറക്കുന്നുണ്ടാകുക. രക്ഷപ്പെട്ടിട്ട് 1 മണിക്കൂർ മുമ്പാലും തിരക്കേട അല്ല. യുഗർഹിറ, റൂഹ് തൊണ്ടക്കുഴെത്തുന്നതിന് മുമ്പ് തുറന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു കിട്ടും. ആ രീതിയിൽ നാം അല്ലാഹുവിൽ തവജ്ജുഹ് ചെയ്യണം. അല്ലാഹുവിന് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുകയില്ല. കാരണം അല്ലാഹു പാവങ്ങളെയും പാതകങ്ങളെയും വേർതിരിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പാപം ഉദാഹരണം പറയാം. ഒരു പാപം, ഒരാൾ 100 പേരെ കൊന്നു. 100 പേരെ കൊന്നിട്ട് എനിക്ക് പുറത്തു കിട്ടുമോ എന്ന് ചിന്തിച്ചിട്ട് ഓടുകയായിരുന്നു. വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചു, ഞാൻ 100 ആളെ 99 ആളെ കൊന്നിട്ടാണ് ഞാൻ വരുന്നത്, എനിക്ക് മാപ്പുണ്ടോ? എൻ്റെ അല്ലാഹ് പുറത്തു വരുമോ? അപ്പൊ അയാൾ പറഞ്ഞു, എടാ മഹാഭാവി, നീ രക്ഷപ്പെടുന്ന പ്രശ്നമേ ഇല്ല, നിന്റെ കഥ പോക്കാണ്. എന്നാ നീ ആദ്യം പോട്ടെ, ചോനിയും കൊന്നു, 100 പൂർത്തിയാക്കി. ഇതാര് പറഞ്ഞത്? അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. ഇപ്പൊ 100 പൂർത്തിയായി. ഈ രീതിയിൽ 100 പേരെ കൊന്ന കൊലയാളി അള്ളാഹുവിലേക്ക് തിരിഞ്ഞോടുകയാണ്. പുറത്തു കിട്ടാൻ വേണ്ടി ഒരു നിമിഷം തെറ്റു പൊറ്റിപ്പോയി എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ട് ഏറ്റുപറയണം. എന്നിട്ട് അവൻ പുറത്തു കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. ഒരു കാര്യം അബദ്ധത്തിൽ ഞാനത് ചെയ്തു, ഒരു മാനസിക വിഭ്രാന്തിയിൽ എന്തോ ഒരു അസ്വസ്ഥത പിടികൂടിയത് കൊണ്ട്, ഇല്ല ഇനി ഞാനൊരു ഈച്ചയെ പോലും കൊല്ലൂല പടച്ചവനെ, നീ എനിക്ക് മാപ്പാക്കി തരണം പടച്ചവനെ, ഞാൻ നല്ല ശുദ്ധനായി ജീവിച്ചോളാം, നിന്റെ ആളായിട്ട് ജീവിച്ചോളാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഒരു ഖുദ്സിയായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് വിശദീകരിച്ചു തന്നു. അദ്നബ അബ്ദി ദംബ, എൻ്റെ അടിമ ഒരു പാപം ചെയ്തു. സുമ്മ അലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദുനൂബ, പാപങ്ങൾ പുറത്തു തരുന്ന ഒരു അല്ലാഹ് എനിക്കുണ്ട്. വയഖുദു ദംബൽ അളീമ, ഞാൻ എത്ര വലിയ അപരാധം ചെയ്തു പോയാലും പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു അല്ലാഹ് എനിക്കുണ്ട് എന്നവൻ മനസ്സിലാക്കി അവൻ എന്നിലേക്ക് മടങ്ങി വന്നാൽ അഗ്ഫിർ ഫഅഗ്ഫിറു ലഹു, ഞാൻ ആ സമയത്ത് അവനിക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു അല്ലാഹു തആല. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞു, വീണ്ടും സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ആ തെറ്റിലേക്ക് അവൻ വീണ്ടും പോയി. വീണ്ടും എന്റെ അടിമ ഒരു തെറ്റ് ചെയ്തു.
എനിക്ക് പാപങ്ങൾ പുറത്തുതരുന്ന ഒരു അല്ല ഉണ്ട്. എന്റെ അല്ല എന്നെ ഇപ്പോഴും കൈവിടൂല. ഞാൻ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയതാ, അള്ളാഹുവെ മാപ്പാക്കിത്താ അല്ലാ. അള്ളാഹു തആല പറഞ്ഞു ഫഗ്ഫിർ ലഹു, അപ്പോഴും ഞാൻ പുറത്തു കൊടുക്കും. എന്തൊരു നല്ല അല്ലാഹ്, ആലോചിച്ച് കേൾക്കും. ഫഗ്ഫിർ ലഹു, അപ്പോഴും ഞാൻ പുറത്തു കൊടുക്കും. അങ്ങനെ കുറെ നാള് നല്ല ഉഷാറായിട്ട് ജീവിച്ചു. പെട്ടെന്നാണ് സാഹചര്യം പിന്നെയും അവനെ മോശമാക്കിയത്. ശൈത്താൻ പിന്നെ അവനെ പറ്റിച്ചു, ശൈത്താൻ പിന്നെ അവനെ വഴിമാറ്റിച്ചു. വീണ്ടും അവൻ തെറ്റിപ്പോയി കുടുങ്ങി. വീണ്ടും എന്റെ അടിമ ഒരു പാപം ചെയ്തു. അപ്പോ അല്ലാഹു തആല പറഞ്ഞു ഫഗ്ഫിർ ലഹു, അപ്പോഴും ഞാൻ പുറത്തു കൊടുക്കും, അപ്പോഴും ഞാൻ പുറത്തു കൊടുക്കും. 3 പ്രാവശ്യം പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് ഹദീസായിട്ട് തന്നെ പറഞ്ഞത് ആവശ്യമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കി തന്ന മുഹദ്ദിസുകൾ 100 തവണ പറഞ്ഞാൽ 100 തവണ പുറത്തു തരും അല്ലാഹു തആല. അതാണ് അല്ലാഹ്. കൊടിയ പാപങ്ങളെ പുറത്തു തരുന്നവനാണ് അല്ലാഹ്. കൊലയാളിക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹ്. 100 പേരെ കൊന്ന കൊലയാളിക്കും മാപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തു കൊടുത്തവനാണ് അല്ലാഹ്. ആ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? നീ ചെയ്യുന്ന പാപങ്ങൾ ഞാൻ പുറത്തു തരും, പാതകം പുറത്തു തരികയില്ല. നീ നിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി കോഴിക്കോട്ടങ്ങാടിയിലേക്ക് കച്ചവടത്തിന് വേണ്ടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു പള്ളിക്കുറ്റി കണ്ടു. ആ പള്ളിക്കുറ്റിയിൽ 1 ഉറുപ്പിക ഇട്ട് കൊടുത്തു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ജാറക്കുറ്റി, അവിടെയും കൊടുത്തു 1 ഉറുപ്പിക. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു കെട്ടി ഒരു കുരിശും കുറ്റി, അവിടെയും ഇട്ട് കൊടുത്ത 1 ഉറുപ്പിക. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു അമ്പലക്കുറ്റി, അവിടെയും ഇട്ട് കൊടുത്ത 1 ഉറുപ്പിക. കോഴിക്കോട്ടെങ്ങാടിയിലെത്തി പീടിക തുറന്ന് കൗണ്ടറിൽ ഇരുന്നപ്പോൾ ഒരു ആശ്വാസം. പള്ളിക്കുറ്റിയിലൂടെ അള്ളാനെയും തൃപ്തിപ്പെടുത്തി, ജാറക്കുറ്റിയിലൂടെ തങ്ങളെയും തൃപ്തിപ്പെടുത്തി, കുരിശും കുറ്റിയിലൂടെ യേശുവിനെയും തൃപ്തിപ്പെടുത്തി, അമ്പലക്കുറ്റിയിലൂടെ അവിടുത്തെ ദേവനെയും തൃപ്തിപ്പെടുത്തി. ഇന്നത്തെ കച്ചവടത്തിൽ ആരെങ്കിലും ഒരാൾ ഉപകരിച്ചാൽ ഇന്നത്തെ കച്ചവടം റാഹത്താണ്. ആകെ ചെലവായത് 4 ഉറുപ്പികയുള്ളൂ. അല്ലാഹു തആല പറഞ്ഞു നീ കൊടും പാതകിയാൻ, നിനക്ക് ഞാൻ പുറത്തു തരുന്ന പ്രശ്നമില്ല. ഇവിടെയാണ് നമ്മുടെ ഇൻഷറാഹിന്റെ കുറവ്. സാധാരണക്കാരൻ ചോദിക്കുന്നു 100 ആളെ കൊന്നാക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു, 4 ഉറുപ്പിക 4 കുറ്റിയിലിട്ടാലാ പിന്നെ പുറത്ത് കിട്ടാത്തത്. ഇതാണ് ഇൻഷറാഹിന്റെ കുറവ്, അതാണ് ഇൻഷറാഹിന്റെ കുറവ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. എന്റെ ബഹുമാനമുള്ളവരെ, ആ 100 ആളെ കൊന്ന കൊലയാളി അവൻ അള്ളാഹുവിനോട് പാപമോചനത്തിന് ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു പുറത്തു തരാമെന്ന്. 4 ഉറുപ്പിക 4 കുറ്റിയിലിട്ടോൻ അത് അവൻ അള്ളാഹുവിന്റെ ഇസ്സത്തിനെ ധിക്കരിച്ചവനാണ്, അള്ളാന്റെ മാന്യതയെ ചോദ്യം ചെയ്തവനാണ്, അള്ളാഹുവിന്റെ അന്തസ്സിന് കളങ്കം ചേർത്തിയവനാണ്, അള്ളാഹുവിന്റെ ഇസ്സത്തിന് കളങ്കം ചേർത്തിയവനാണ്, അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ പങ്കു ചേർത്തിയവനാണ്, അള്ളാഹുവിന്റെ കിബിരിയായിൽ ഭംഗം വരുത്തിയവനാണ്, അള്ളാഹുവിന്റെ അളമത്തിൽ ഭംഗം വരുത്തിയവനാണ്, അള്ളാഹുവിന്റെ ജലാലത്തിനെ ചോദ്യം ചെയ്തവനാണ്, അള്ളാന്റെ ജമാലത്തിനെ ചോദ്യം ചെയ്തവനാണ്. മറ്റോൻ അള്ളാഹുവിന്റെ ഒന്നിടപെട്ടിട്ടില്ല, അവന്റെ നഫ്സിനെ മാത്രം കുരുത്തക്കേടിൽ കൊണ്ടുപോയി അകപ്പെടുത്തിയവനാണ്. അതുകൊണ്ട് അത് അള്ളാഹ് പുറത്തു കൊടുക്കാൻ ഏറ്റു. അള്ളാന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തവനെ നാളെ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അള്ളാഹ് പുറത്തിരുന്ന പ്രശ്നമില്ല. അള്ളാഹു തആല പറഞ്ഞു എന്റെ ആധിപത്യത്തിൽ പങ്കാക്കുന്ന, എന്റെ ആധിപത്യത്തിൽ ശിർക്ക് ചെയ്യുന്ന, എന്റെ ഉടമസ്ഥതാധികാരത്തിൽ ശിർക്ക് ചെയ്യുന്ന, എന്റെ നിർമ്മാണാധികാരത്തിൽ ശിർക്ക് ചെയ്യുന്ന, എന്റെ നിയന്ത്രണാധികാരത്തിൽ ശിർക്ക് ചെയ്യുന്ന, ആ ശിർക്കിലൂടെ എന്റെ ഉബൂദിയത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടത് ഞാനല്ലാത്തവരിൽ ഓഹരി കൊടുക്കാൻ തയ്യാറാകുന്ന ഇല്ല, ഞാൻ പുറത്തു തരുന്ന പ്രശ്നമില്ല. നരകം അവന് ഹറാമാണ്. ഈ 4 ഉറുപ്പിക ചെലവാക്കിയോ എനിക്ക് നരകം ഹറാമാണ്. സ്വർഗം അവന് ഹറാമാണ്, നരകം അവന്റെ അഭയമാണ്. അതേസമയത്ത് 100 ആളെ കൊന്നോനെ പറ്റി പറഞ്ഞത് നീ പേടിക്കണ്ട, തൗബ ചെയ്തിട്ട് വന്നാൽ നിന്റെ സ്വർഗത്തെ പറ്റി ആലോചിക്കാം. ഈ 4 ഉറുപ്പിക 4 കുറ്റിയിലിട്ടോനെ പറ്റി പറഞ്ഞത് നീ ഇവിടെ വാ, സ്വർഗത്തിന്റെ മണം നിനക്ക് കിട്ടൂല, നരകത്തിൽ നീ ശാശ്വതമാണ്, ഖാലിദീന ഫീഹാ. ഇനി അഥവാ നേരത്തെ പറഞ്ഞ 100 കൊലയാളി അവനെ ഞാൻ നരകത്തിലിട്ട് ശിക്ഷിക്കാനാണ് തീരുമാനിച്ചതെങ്കിലും ആ 100 കൊലയുടെ തോതിൽ മാത്രം ശിക്ഷിക്കും. അത് കഴിഞ്ഞ അവനെ സ്വർഗത്തിലേക്ക് ഞാൻ കയറ്റും. എന്നാലും ഈ 4 ഉറുപ്പിക 4 കുറ്റിയിലിട്ടോന സ്വർഗം കാണിക്കുന്ന പ്രശ്നമേ ഇല്ല, നരകം ശാശ്വതമാണ്. ഇനി നിങ്ങൾ ആലോചിക്കണം, 4 ഉറുപ്പികയാണോ അള്ളാഹ്ക്ക് കാര്യം, 100 കൊലയാണോ കാര്യം? ചിന്തിക്കണം. ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞത് ഇൽമായിട്ട് കാണണം. നാം നമ്മുടെ ചിന്തയിലാവരുത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്.
അള്ളാഹു പറഞ്ഞെന്ന വിഷയത്തെ അതാണ് ഇൽമ് എന്ന് പരിഗണിക്കണം. അത് പരിഗണിക്കാത്തതിന്റെ ദുർവിധിയാണ് മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മാക്കാലയായിട്ടും റസൂലുള്ളയായിട്ടും പരിഗണിക്കുക, അതപ്പടി അംഗീകരിച്ചു കൊടുക്കുക. ഉബൂദിയത്തിന്റെ മക്കാമിലെത്തി അവനോട് അല്ലാഹു തആല പറഞ്ഞു, നീ എൻ്റെ ആളാൻ, നിനക്ക് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയത്ത് മറ്റവൻ മാക്കാലല്ലയല്ല പരിഗണിച്ചത്, മാക്കാല റസൂലുള്ളയല്ല പരിഗണിച്ചത്. ചുറ്റുപാടുകളുടെ സ്വാധീനവും താല്പര്യ സംരക്ഷണവും പൗരോഹിത്യത്തിന്റെ മേധാവിത്വവും ഭരണകൂടത്തിന്റെ സമ്മർദ്ദവും ഇതിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന സാധാരണക്കാരൻ ആ ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മാക്കാലല്ല അവനിക്ക് വിഷയമല്ലാതായി, വമാക്കാല റസൂലുള്ളയും അവനിക്ക് വിഷയമല്ലാതായി. അവൻ ചെന്ന് പതിക്കുന്നത് കാലാകാല നരകത്തിലാണ്. അല്ലാഹു എന്നെ നിങ്ങളെ കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മാണത്തിലുള്ള അധികാരത്തെ പറ്റി വിശദീകരിച്ചു എന്ന ക്ലൈമാക്സ് ആണത്. ഒരു ഈച്ചയെ നിർമ്മിക്കുന്ന വിഷയത്തിനും കൂടി നിങ്ങൾ വേറെ ആരെയും കണ്ടിട്ട് കാര്യമില്ല, ഒന്നിനും കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന എന്തായിരിക്കും? മമ്പർത്ത് തങ്ങളടുത്ത് പോയിട്ട് തങ്ങളടുത്ത് പോയി നിന്നിട്ട്, അള്ളാഹുവേ ഞാൻ തങ്ങളടുത്താ ഉള്ളത്, എനിക്കൊരു കുഞ്ഞിനെ തരണം. ഈ തങ്ങളടുത്ത് ഞാൻ നിന്നിട്ട് നിന്നോട് ചോദിക്കുന്നതിന്റെ പേരിൽ ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അങ്ങനെ ഒരാളടുത്ത് നിന്നിട്ട് എന്നോട് ചോദിക്കണ്ട, ചോദിക്കുന്നുണ്ടെങ്കിൽ നേർക്കുനേരം എന്നോട് ചോദിച്ചാൽ മതി. ഈ അടുത്ത് നിന്നിട്ട് എന്ന പ്രയം പോലും അല്ലാഹു തആല സഹിക്കൂല. അള്ളാഹുവിന്റെ ഇസ്സത്തിനെതിരാണ്, അള്ളാഹുവിന്റെ ജലാലത്തിനെതിരാണ്, അള്ളാഹുവിന്റെ ജമാലത്തിനെതിരാണ്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഔസ് ബിൻ സാമിത്തിന്റെ ഭാര്യ ഖൗലത്ത് ബിന്തു സഅലബ റളിയല്ലാഹു തആല അൻഹയെ പരിശുദ്ധ ഖുർആൻ ആകാശത്തോളം പുകഴ്ത്തിയതും ലോകാവസാനം വരെ മുഅ്മിനീങ്ങൾക്ക് ആ ചരിത്രം വായിച്ചാൽ തന്നെ പ്രതിഫലം കിട്ടുന്നതുമാക്കി തീർത്തത്. എന്താണ് ആ സംഭവം? എന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരും അതൊന്ന് ആലോചിച്ച് നോക്കി. ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അൻസാരിയായ ഒരു സഹാബിയാണ്. ഖൗലത്ത് ബിന്ത് സഅലബ ആ സഹാബിയുടെ ഭാര്യയാണ്. അവർ വിവാഹിതരായി, അവർക്ക് മക്കളുണ്ടായി, ഒരുപാട് മക്കളുണ്ടായി. വാർദ്ധക്യത്തിലെത്തി, അടുക്കള പ്രശ്നങ്ങൾ ഇച്ചിരി ഉണ്ടായി, കുടുംബ പ്രശ്നങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇച്ചിരി ഇടഞ്ഞു. എല്ലാവർക്കും ഉള്ളതുപോലെ കുടുംബ പ്രശ്നങ്ങൾ സഹബാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമായപ്പോൾ ഔസ് ബിൻ സാമിത്ത് ഖൗലത്തിനെ ലിഹാർ ചെയ്തു. ലിഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ കാലത്ത്, ജാഹിലിയ കാലത്ത് ശരീഅത്ത് നടപ്പിൽ വരുന്ന, മുഹമ്മദി ശരീഅത്ത് നടപ്പിൽ വരുന്നതിന് മുമ്പ് വിവാഹമോചനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലിഹാർ. ഒരാൾ തന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലാൻ ഉദ്ദേശിച്ചാൽ, മോചനം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ത്വലാഖിന് വേണ്ടി ഇന്ന് ശരീഅത്തിൽ കാണുന്ന വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് മുമ്പ് നീ എൻ്റെ ഉമ്മാനെ പോലെയാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ഉമ്മാന്റെ മുതുകു പോലെയാണ് എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹമോചനമായി, തലാഖായി. അന്തിക ലഹിരി ഉമ്മി എന്ന് പറഞ്ഞാൽ മതി. ഇതിന് ലിഹാർ എന്നാണ് പറയുക. ഖുർആനും സുന്നത്തും ഇത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ലിഹാർ മസല. ഔസ് ബിൻ സാമിത്ത് ഭാര്യയെ ലിഹാർ ചെയ്തു. നിയമപ്രകാരം അവർ വേർപെട്ട് ജീവിക്കണം. ഔസ് ബിൻ സാമിത്ത് ഒറ്റക്ക് പോയി, മക്കളും ഖൗലയും വേറെ താമസമായി. വേർപാടിന്റെ ദുഃഖം ഇവരെ വല്ലാതെ അലട്ടി. ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഒറ്റക്ക് ജീവിച്ചു. വയസ്സുകാലത്ത് ഖിദ്മത്തിന് ആളില്ലാതെ വിഷമിച്ചു. ഭാര്യയാവട്ടെ ഭർത്താവിന്റെ ഒറ്റക്കുള്ള ജീവിതത്തിൽ മനസ്സ് നൊന്തു. ഭർത്താവിന് ഖിദ്മത്തിന് ആളില്ലാതെ വിഷമം ഭാര്യയ്ക്ക് വലിയ മനപ്രയാസമുണ്ടാക്കി. മക്കളെ കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, അത് അതിനേക്കാൾ വലിയ പ്രശ്നം. കുറെ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി. ഒരു ദിവസം ഔസ് ബിൻ സാമിത്ത് ഖൗലത്ത് ബീവിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, എടി ബീവി, ഞാൻ നിന്നെ തലാക്ക് ചൊല്ലിയിട്ടില്ല. ശരീഅത്തെ മുഹമ്മദിയായിൽ തലാഖാണ് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള പുതിയ നിയമം. നാം നിന്നെ തലാക്ക് ചൊല്ലിയിട്ടില്ല, പകരം ലിഹാർ ചെയ്തതാണ്. ലിഹാർ നമ്മുടെ പഴയ കാലത്തുള്ള ഖുറൈശി നിയമമാണ്, അറേബ്യൻ നിയമമാണ്. അതനുസരിച്ചാണ് ഞാൻ നിന്നെ ലിഹാർ ചെയ്തത്.
ശരീഅത്തനുസരിച്ച് ഞാൻ തലാഖിന്റെ വാചകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒപ്പം ജീവിച്ചാൽ എന്താണ് കുഴപ്പം? ഈ പ്രയാസം എന്തിനാണ് നമുക്ക് രണ്ടു കൂട്ടക്കാർക്കും? അങ്ങനെയാണല്ലോ, പെട്ടെന്നുള്ള കോപത്തിനോ ദേഷ്യത്തിനോ അല്ലെങ്കിൽ പ്രയാസത്തിനോ വേറെ പിരിഞ്ഞാലും ഇത്രയും നാളുകൾ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കുമ്പോൾ വീണ്ടും സ്നേഹമുണ്ടാകും, സ്വാഭാവികം. ആ സമയത്ത് സഹാബിയത്തായ ഖൗല റളിയല്ലാഹു അൻഹ ഭർത്താവോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ലിഹാർ എന്നൊരു നിയമം നിലവിലുണ്ട്. ത്വലാഖിന്റെ വിധി വന്നതിന് ശേഷം അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ സ്വന്തം തീരുമാനമെടുക്കുന്നതിനേക്കാൾ നല്ലത് അള്ളാഹുവിലേക്കും അള്ളാന്റെ റസൂലിലേക്കും തീരുമാനം വിടലല്ലേ നല്ലത്. നമുക്ക് അഷ്റഫുൽ ഖൽഖിന്റെ ഹദ്റത്തിലേക്ക് പോകാം. അവർ അഷ്റഫുൽ ഖൽഖിനെ സമീപിച്ചു. യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഔസ് ബിൻ സാമിത്ത് ആയിഷത്തു സിദ്ദീഖ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ആയിഷ സിദ്ദീഖാനെ തൊട്ട് ഈ വിഷയം ഖൗലത്ത് വന്ന് സംസാരിക്കുമ്പോൾ ആയിഷത്തു സിദ്ദീഖ അടുത്തുണ്ടായിരുന്നു. ആ വിഷയം ആയിഷത്തു സിദ്ദീഖ നമുക്ക് വിശദീകരിച്ചു തരുന്നുമുണ്ട്. ഈ ഖൗലത്ത് ബിന്തു സഅലബ അഷ്റഫുൽ ഖൽഖോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള ജീവിതം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. വയസ്സുകാലത്ത് അദ്ദേഹത്തിനൊരു ഖാദിമില്ല, ഖിദ്മത്തില്ലാതെ വിഷമിക്കുകയാണ്. ഞാനാണെങ്കിൽ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹം ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ച്, ശരീഅത്തനുസരിച്ച്, അങ്ങ് നിയോഗിക്കപ്പെട്ട പ്രവാചകത്വത്തിന്റെ വിധി അനുസരിച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ നബിയെ? ഖൗലത്ത് റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു. സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൗല, ഇതുവരെ കിട്ടിയ അറിവനുസരിച്ച്, അല്ലാഹുവിൽ നിന്ന് ഇതുവരെ കിട്ടിയ ഇൽമനുസരിച്ച്, ഇതുവരെ കിട്ടിയ വഹി അനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കൽ അനുവദനീയമാകുകയില്ല. ത്വലാഖിന്റെ വ്യവസ്ഥിതിയുണ്ടെങ്കിലും ലിഹാർ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കുക തന്നെ ചെയ്യണം. ഖൗലത്തിന്റെ മനസ്സ് വിഷമമായി. ഖൗലത്ത് വല്ലാതെ പൊട്ടിത്തെറിച്ചു. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ വാചാലമായി ഖൗലത്ത്. അഷ്റഫുൽ ഖൽഖിനോട് നിയമം പറഞ്ഞ് തർക്കിച്ചു ഖൗലത്ത്. മനപ്രയാസം. അതേ, അഷ്റഫുൽ ഖൽഖിന് മനസ്സ് വായിക്കാൻ അറിയാം. ഒരു സ്ത്രീ, ഒരുപാട് മക്കളുള്ള സ്ത്രീ, ഭർത്താവ് ലിഹാർ ചെയ്ത വേർപാടിന്റെ ദുഃഖം, ഇതെല്ലാം കൂടിയുള്ള പ്രയാസവുമായിട്ട് വന്നതാണ്. അനുകൂലമായിട്ടൊരു തീരുമാനം കിട്ടുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ തീരുമാനം അനുകൂലമല്ല, പ്രതികൂലമാണ്. അപ്പോൾ സ്വാഭാവികമായും ഖൗലത്തിന്റെ മനസ്സ് മുറിയാം, മനസ്സ് പ്രയാസപ്പെടാം. ഒരു സ്ത്രീ എന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ ഖൗലത്ത് തട്ടിക്കയറി, നിയമം പറഞ്ഞ് തർക്കിച്ചു. അതെന്തിനാ നബിയെ ഞങ്ങൾ മാറി താമസിക്കുന്നത്? എന്റെ ഭർത്താവ് എന്നെ തലാഖ് ചൊല്ലിയിട്ടില്ലല്ലോ, എന്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിട്ടല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഞങ്ങൾ മാറി താമസിക്കുന്ന നബിയെ? തർക്കിക്കാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് പുഞ്ചിരിച്ചു. ശരിയാണ്, ആ പെണ്ണിന്റെ മനസ്സിന്റെ നോവറിയും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖൗല, അല്ലാഹുവിൽ നിന്നൊരു വ്യവസ്ഥ കിട്ടാത്ത കാലത്തോളം ഞാൻ എന്ത് പറഞ്ഞു തരാനാണ്? മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ വ്യവസ്ഥീകരിക്കപ്പെട്ടതല്ലാതെ പറയാൻ എനിക്കെന്തൊരു അവകാശമാണ് ഖൗല? വഹി അനുസരിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ഇഷ്ടപ്രകാരം ശരീഅത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ? എന്റെ ഇഷ്ടപ്രകാരം എനിക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ? അള്ളാഹു അറിയിച്ചു തരുന്നവരെ കാത്തിരിക്കണം, അള്ളാഹുവിൽ നിന്ന് ഇൽമ കിട്ടുന്നത് വരെ പ്രതീക്ഷിക്കണം. വേറൊരു വഴിയും ഇതിനില്ല എന്ന്. തീർന്നില്ലേ? ശരീഅത്താണ് വിഷയം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ശരീഅത്ത് തീവ്രവും ശക്തവുമായത്? റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്ത ശരീഅത്ത് അംഗീകരിക്കാൻ ഒരു കാരണവശാലും മുസ്ലിം ഉമ്മത്ത് തയ്യാറല്ല. അത് ഏത് വിഷയമായിരുന്നാലും ശരി, ശരീഅത്തിനെയാണ് ഈ ഉമ്മത്ത് പരിഗണിക്കുക. ശരീഅത്തിൽ ഒരു വ്യവസ്ഥ നടപ്പിലാകണമെങ്കിൽ അതിന് റിസാലത്തിന്റെയോ നുബുവത്തിന്റെയോ കയ്യൊപ്പുണ്ടാവണം. അല്ലാത്തത് ഫഹുവ റദ്ദ്. നമുക്കറിയാമല്ലോ, 1980-കളിൽ
ഒരു ശരീഅത്ത് സംവാദം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്. നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരും മറ്റൊക്കെയാവും, നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. നിങ്ങളൊക്കെ ഇവിടെ ഭൂരിപക്ഷവും സമസ്ത സുന്നികളും മുസ്ലിം ലീഗുകാരും ഒക്കെ ആയിരിക്കുമല്ലോ. മലപ്പുറം ജില്ലയിൽ ഈ കൂടിയിരിക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. മുസ്ലിം ലീഗുകാരും മറ്റൊക്കെ ആയിരിക്കുമല്ലോ. എന്താണ് 1980-കളിലെ ശരീഅത്ത് സംവാദം? അതിഭയങ്കരമായ ഒരു ശരീഅത്ത് സംവാദം കാടും നാടും അടച്ചു വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിലെ 20 കോടിയോളം വരുന്ന മുസ്ലിം ഉമ്മത്ത് ഉണർന്നെഴുന്നേറ്റു. എന്താ സംഭവം? ഷാബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ തന്റെ ഭർത്താവ് തന്നെ വിവാഹമോചനം ചെയ്തു, തലാഖ് ചൊല്ലി. ഷാബാന് സുപ്രീം കോടതിയെ സമീപിച്ചു, എനിക്ക് ജീവനാംശം കിട്ടണം. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പേഴ്സണൽ ലോ അനുസരിച്ച്, ശരീഅത്ത് വ്യവസ്ഥിതി അനുസരിച്ച് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ബ്രിട്ടീഷുകാരന്റെ കാലം മുതലേ മുഹമ്മദൻ ലോ എന്നും പറഞ്ഞ് വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം എന്നിത്യാദി വിഷയത്തിൽ ശരീഅത്ത് ഫോളോ ചെയ്യാനുള്ളൊരു അവകാശം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ ശരീഅത്തനുസരിച്ച് എന്നെ ത്വലാഖ് ചൊല്ലിയ ഭർത്താവിൽ നിന്ന് എനിക്ക് ജീവിക്കാനുള്ള അംശം വാങ്ങിത്തരണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഷാബാനു കേസ് സുപ്രീം കോടതി വാദത്തിന് വെച്ചു. പ്രമാദമായ കേസ്. സുപ്രീം കോടതി കേസിന് വിധി പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജ് കേസിന് വിധി പറഞ്ഞു. സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, വലിൽ മുത്തല്ലഖാത്തി മതാഉം ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന്, വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിന് മുത്തഖീങ്ങളായ ഭർത്താക്കന്മാരുടെ മേൽ മാനമായ രീതിയിൽ ജീവനാംശം കൊടുക്കാൻ അവകാശമുണ്ടെന്ന്, മത്താവ് കൊടുക്കാൻ അവകാശമുണ്ടെന്ന്. മത്താവിന് കോടതി ജീവനാംശം എന്നർത്ഥം വെച്ചു. എന്നിട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞത്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശരീഅത്ത് വ്യവസ്ഥിതി അനുസരിച്ച് ഈ പെണ്ണ് മരിക്കുന്നത് വരെയോ അല്ലെങ്കിൽ വേറൊരു ഭർത്താവ് ഈ പെണ്ണിനെ കെട്ടുന്നത് വരെയോ മുൻ ഭർത്താവ് ചെലവ് കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. വിധി പുറത്തു വന്ന താമസം ഇന്ത്യയിലെ മുസ്ലിം ബഹുജനം ഉണർന്നു, ഉലമാക്കൾ ഉണർന്നു, ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയക്കാര് അതൊരു വലിയ സംവാദമാക്കി മാറ്റി ഇന്ത്യ രാജ്യത്ത്. ഈ ചെറിയ കുട്ടികൾക്ക്, ചിലപ്പം ബാല്യക്കാർക്ക് അത് അറിഞ്ഞില്ലെന്ന് വരില്ല, ഒരു 10, 40, 45 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ അത് നന്നായിട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ടാകും. ഇന്ത്യ രാജ്യത്തെ ഇളക്കി മറിച്ചൊരു സംഭവമായിരുന്നു അത്. വലതുപക്ഷ രാഷ്ട്രീയക്കാർ അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് ശരീഅത്തിനെ കൊല്ലാനുള്ള ഒരു ഏർപ്പാടാക്കി മാറ്റിയത്. പ്രശ്നം രൂക്ഷമായപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദ്വിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ശരീഅത്ത് വിശദീകരണവുമായി ഇറങ്ങിത്തിരിച്ചു. അന്ന് അബുൽ ഹസൻ അലി നദ്വിയെ പോലെയുള്ള മഹത്തുക്കളുടെ നേതൃത്വത്തിൽ ശരീഅത്ത് എന്താണെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കാനെന്നോണം കാശ്മീർ തൊട്ട് കേരളത്തിലെ കന്യാകുമാരി വരെയും സഞ്ചരിച്ചു. കേരളത്തിലെത്തിയപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അന്ന് 2 ഇല്ല 1 ഉള്ളൂ, അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ശരീഅത്തിൽ കൈയിടാൻ ആരെയും അനുവദിച്ചുകൂടാ. റിസാലത്തിന്റെ ഒപ്പില്ലാത്ത ശരീഅത്തിൽ ഒരു വ്യവസ്ഥതയുണ്ടെന്ന് ആര് പറഞ്ഞാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. അന്നത്തെ സമസ്തയുടെ നേതൃത്വം EK അബൂബക്കർ മുസ്ലിയാർ മഹാനായ അബുൽ ഹസൻ അലി നദ്വിയെയും സ്വീകരിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ശരീഅത്ത് സംവാദം കൊഴുപ്പിച്ചു. അന്ന് അബുൽ ഹസൻ അലി നദ്വിയുമായി കേരളത്തിൽ സ്റ്റേജിൽ പങ്കിട്ടു, സ്റ്റേജിൽ ഒരുമിച്ചുകൂടി EK എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പിരിഞ്ഞവരാണ് AP ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പോയത്. എന്നല്ല, അത് അങ്ങ് 1400 കൊല്ലം മുമ്പ് അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് വരം കിട്ടിയതൊന്നുമല്ല. അബുൽ ഹസൻ അലി നദ്വിന്റെ ഒന്നിച്ച് EK അബൂബക്കർ മുസ്ലിയാർ ഇരുന്നത് ഐത്തത്തിനും തൊഴിലത്തിനും തെറ്റായിപ്പോയി എന്നത്
അംഗീകരിച്ചുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാ 2 ഗ്രൂപ്പ് ഉണ്ടായത്. അത് LK ഗ്രൂപ്പിനെ ലീഗുകാർ ഏറ്റെടുത്തു, AP ഗ്രൂപ്പിനെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു. ലീഗുകാർ ഏറ്റെടുത്ത EK ഗ്രൂപ്പ് മലബാറിലും, മറ്റവരേറ്റെടുത്ത കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്ത മറ്റേ ഗ്രൂപ്പ് തിരുവനന്തപുരത്തും ഏർപ്പുറപ്പിച്ചു. അങ്ങനെയാണ് ഈ അരിവാൾ സുന്നി എന്നുള്ള പേരൊക്കെ വരാൻ കാരണം. എന്തോ അല്ലാഹു അലം, വിട്ടേക്ക്, നമ്മൾ ചർച്ചയിൽപ്പെട്ടതല്ല. ഒരു വിഷയം വന്നപ്പോൾ ഒരു ചെറിയൊരു ഇത് പറഞ്ഞെന്ന് മാത്രം. ഈ രീതിയിൽ അബുൽ ഹസൻ അലി നദ്വിയും EK അബൂബക്കർ മുസ്ലിയാരും അടക്കമുള്ള ഇന്ത്യൻ പണ്ഡിതന്മാർ കേരളത്തിലും ഇന്ത്യയിലും ശരീഅത്ത് സംവാദം ഒരു വലിയ വിഷയമാക്കി മാറ്റിയെടുത്തു. വലിയ വലിയ യോഗങ്ങൾ കേരളത്തിൽ നടന്നു. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ സുന്നികൾ എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം വരുന്നവർ ആ ശരീഅത്ത് സംവാദത്തിൽ പൂർണ്ണമായി പങ്കുകൊള്ളുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയും പങ്കുകൊണ്ടു, മുജാഹിദ് പ്രസ്ഥാനവും പങ്കുകൊണ്ടു, തബ്ലീഗുകാരും പങ്കുകൊണ്ടു. ശരീഅത്ത് വിഷയം എന്ന നിലക്ക് അന്നത്തെ കേന്ദ്രമന്ത്രി ZR അൻസാരി അടക്കം ഇന്ത്യ രാജ്യം ഒട്ടുക്കും ഓടി നടന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ശരീഅത്തിന്റെ പരിശുദ്ധി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ രാഷ്ട്രീയത്തിന്റെ മരച്ചോട്ടിന് അന്ധമായി ഉറങ്ങിക്കിടന്നവർ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യവസ്ഥിതിയുണ്ട് എന്ന അമ്മ തൊട്ട് സ്വന്തമായി ഞങ്ങൾക്ക് 2 കാലിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലതൊക്കെ ഉണ്ട് എന്ന വേർതിരിച്ചറിവോടെ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യ രാജ്യത്ത് മതധ്രുവീകരണം ശക്തിപ്പെട്ടത്. മുസ്ലിം സമൂഹത്തിനിടയിൽ ബാബരി മസ്ജിദും കൂടി വന്നപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിക വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ആവേശമുണ്ടായി. ആ ആവേശത്തിന്റെ തുടർന്നങ്ങോട്ടുള്ള കഥകളാണ് പിന്നീട് നമുക്ക് കേരളക്കാർക്കും ഇന്ത്യയിലും ലോകത്തൊട്ടുക്കും കാണാൻ കഴിഞ്ഞത്. ബഹുമാനമുള്ളവരെ, ഈ ശരീഅത്ത് സംവാദത്തിൽ പങ്കെടുക്കുകയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു വ്യവസ്ഥിതി ശരീഅത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ രാജ്യത്തെ ബോധ്യപ്പെടുത്താനും മുസ്ലിമീങ്ങളുടെ ആ ഐക്യത്തിന് സാധിച്ചു. അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. രാജീവ് ഗാന്ധിക്ക് അന്തർദേശീയ സമ്മർദ്ദമുണ്ടായി. എന്ത്? ശരീഅത്ത് സംവാദം നീട്ടിക്കൊണ്ടുപോയിക്കൂടാ. ശരീഅത്ത് സംവാദം നീട്ടിക്കൊണ്ടുപോയാൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യകത ഈ പേരും പറഞ്ഞിട്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വീണ്ടെടുക്കും. അന്ധമായ രാഷ്ട്രീയത്തിന്റെ വെറും മാറാപ്പ് വാങ്ങികളാവാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങളെന്നൊരു വേർതിരിച്ചറിവ് ഇന്ത്യൻ സമൂഹത്തിന് ശരീഅത്ത് സംവാദത്തിലൂടെ കിട്ടിയാൽ അത് ഭാവി കാലം മതേതരത്വ രാഷ്ട്രീയത്തിന് തലവേദനയുണ്ടാകും. ലോകത്ത് മുഴുവനും അതൊരു ധ്രുവീകരണത്തിന് വഴിവെക്കും എന്ന ചിന്ത പടിഞ്ഞാറെന്ന് കിട്ടിയ വിശദമനുസരിച്ച് എത്രയും പെട്ടെന്ന് ശരീഅത്ത് സംവാദം അമർച്ച ചെയ്യാൻ ശരീഅത്ത് സംവാദം അവസാനിപ്പിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി നദ്വി സാഹിബ് അടക്കമുള്ളവരോട് ഏകദേശമായ ഒരു രൂപമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, ജീവനാംശം എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആനും സുന്നത്തും മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും ശേഖരിച്ച് ഒരു ബില്ലുണ്ടാക്കി ആ പാർലമെന്റിൽ തന്നെ ബില്ല് അവതരിപ്പിച്ച് ആ പാർലമെന്റിൽ തന്നെ ബില്ല് പാസാക്കിയെടുക്കുകയും ശരീഅത്ത് സംവാദം തൽക്കാലം അവസാനിപ്പിക്കുകയും ചെയ്തു. വിഷയമായിട്ട് ഒരു ബന്ധുവില്ലാത്തൊരു കഥ എന്തിനാ മൗലവി സാഹിബ് പറഞ്ഞെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ശരിയാ, ഒരു ബന്ധുവില്ല. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെയാ, ഒരു ബന്ധുവില്ലാത്ത കാര്യങ്ങൾ കാട് കയറി പറയും. എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ പറയാൻ. ഇവിടെ എന്താ വിഷയം? റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്ത വിഷയം ശരീഅത്തിൽ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞാലും, ഏതെങ്കിലും ഒരു ശൈഖുന പറഞ്ഞാലും, ഏതെങ്കിലും ഒരു മൗലാന പറഞ്ഞാലും റിസാലത്തിന്റെ കയ്യൊപ്പില്ലാത്തൊരു വിഷയം നല്ലതാണെന്നും പറഞ്ഞ് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ സുപ്രീം കോടതി ജഡ്ജി ഒരു തെറ്റും ചെയ്തിട്ടില്ല, നല്ല കാര്യമാണ് ചെയ്തത്. അത് ചീത്ത കാര്യം എന്ന് പറയാൻ, സയ്യിഅത്താണെന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. വിവാഹമോചനം ചെയ്യപ്പെട്ട പെണ്ണിന് തൽക്കാലത്തേക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ട് ഇവനിക്ക് പോയിട്ട് വേറെ പെണ്ണ് കെട്ടാൻ ആ സൂക്കേട് നിർത്തണം. ഇവൻ തലാക്ക് ചൊല്ലിയാൽ അവൾക്ക് മരിക്കുന്നവരെ അവൾ വിവാഹിതയായിട്ടില്ലെങ്കിൽ ചെലവ് കൊടുത്തോളണം എന്നത്
സാമൂഹ്യ പരിപാടി അനുസരിച്ച് നല്ല കാര്യം ആരും പറയുള്ളൂ, മാനുഷിക മൂല്യം വെച്ചുകൊണ്ട് നല്ല കാര്യം ആരും പറയുള്ളൂ. തലാഖിയല്ലി മൊഴി ചൊല്ലി പെണ്ണിനെ മൂലക്കാക്കിയിട്ട് ഇവൻ വേറെ പോയി കെട്ടാന്നുള്ള പരിപാടി അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിന്റെ കാര്യത്തിൽ ഈ ജഡ്ജി വിധിച്ചത് പൊതുന്യായമനുസരിച്ച് നല്ലൊരു വിധിയാണ്. കണ്ടമാനം മൊഴിയും തുപ്പിയിട്ട് ഇറങ്ങിയടക്കുന്ന ആടിയും കെട്ടി ഇടിയും കെട്ടി അപ്പുറം കെട്ടി ഇപ്പുറം കെട്ടി ഒരു മൊഴി തലാഖിനെ വെച്ചുകൊണ്ട് ഈ കളി അവസാനിപ്പിക്കാൻ നല്ലൊരു ഏർപ്പാടാണ്. ഇത് മോശമാണെന്ന് ആരും പറയാറില്ല, ഇത് ചീത്തയാണെന്ന് ആരും പറയാറില്ല. ആ വിധി നല്ല വിധിയാണെന്ന് എല്ലാവരും സമ്മതിക്കും. പക്ഷെ ശരീഅത്തുമായി ബന്ധിപ്പിക്കുമ്പോൾ നല്ലതും ചീത്തയും തീരുമാനിക്കാൻ സമൂഹത്തിന് അവകാശമില്ല. ശരീഅത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം, ഇബാദത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം, നല്ലതും ചീത്തയും തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. അത് മുഹമ്മദ് റിസാലത്തിന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ഇബാദത്തായിട്ട് പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ട് കേരളക്കാരായ നമ്മളെ നിന്നത്. എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട ഇബാദത്തിന് ശരീഅത്തിലെ സ്ഥാനം എന്താണ്? ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച മുദഫർ രാജാവ്, ആ രാജാവ് ഈ സമുദായത്തിന്റെ റസൂലല്ല, ഈ സമുദായത്തിന്റെ നബിയല്ല, ഈ സമുദായത്തിലെ സഹാബിയല്ല. അഷ്റഫുൽ ഖൽഖ് വഫാത്തായി 600 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇറാഖിലെ ഒരു പ്രവിശ്യ ഭരിച്ച നാടൻ രാജാവ്, ആ രാജാവ് തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ പഴയകാല പേർഷ്യൻ രാജാക്കന്മാര് പഠിപ്പിച്ചതുപോലെ, പഴയകാല ദ്രാവിഡ ആര്യ രാജാക്കന്മാര് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചതുപോലെ തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടുപോകാൻ, അതും ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള രാജ്യം, സകല വിപത്തുകൾക്കും വിത്തുപാകിയ രാജ്യം, നൂഹ് നബിന്റെ കാലം മുതൽക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നെഗറ്റീവ് മാത്രം കാഴ്ചവെച്ച ഇറാഖ്, ആ ഇറാഖിൽ മുദഫർ രാജാവ് തന്റെ അധികാരം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ സമൂഹത്തിലെ യുവതയെയും സാധാരണക്കാരനെയും തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ആ തൃപ്തിപ്പെടൽ എങ്ങനെയായിരിക്കണം? ഇവന്റെ ആത്മീയതയുടെ ദാഹം തീർക്കുന്ന രീതിയിലായിരിക്കണം. ഒരു റബീഉൽ അവ്വൽ മാസത്തില് ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചുകൂട്ടി കിൻഡൽ കണക്കിന് ചോറ് ഉണ്ടാക്കി, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി പറഞ്ഞതുപോലെ 10,000-ഓളം കോഴിയെയും അറുത്ത്, അത്രയും ആട്ടിനെയും അറുത്ത്, സാധാരണക്കാരെയും വിളിച്ചുകൂട്ടി, പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി, അവർക്ക് നല്ല കൈമടക്കും കൊടുത്ത്, ഇതൊക്കെ ഇബ്നു ഹജറുൽ ഹൈതമി പറഞ്ഞത്, അവർക്ക് നല്ല ചാപ്പാടും വെച്ചു കൊടുത്ത്, സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി അധികാരത്തിന്റെ വേരുറപ്പിക്കാൻ 600-ാമത്തെ കൊല്ലം നബിതങ്ങൾ പോയിട്ട് 600-ാമത്തെ കൊല്ലം മുദഫർ രാജാവ് ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നബിതങ്ങൾ ജനിച്ച മാസം എന്നും പറഞ്ഞ് ജനങ്ങളെ തീറ്റിച്ച് തൃപ്തിപ്പെടുത്തിയത്, ആ മുദഫർ രാജാവ് റിസാലത്തിന്റെ കയ്യൊപ്പില്ലാതെ, ശരീഅത്തിൽ ഒരു വ്യവസ്ഥിതിയുമില്ലാതെ, എന്തുകൊണ്ടാ ഇല്ലാതെ എന്ന് പറഞ്ഞത്? മുഹറം മാസത്തിന് പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ളത് കൊണ്ട്. റമദാൻ മാസത്തിന്റെ പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ളത് കൊണ്ട്. റജബ് മാസത്തിന് പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ളത് കൊണ്ട്. ദുൽഹജ്ജ് മാസത്തിന് പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീഅത്തായതുകൊണ്ട്. ദുൽഖഅദ് മാസത്തിന് പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ള ശരീഅത്തിലുള്ളത് കൊണ്ട്. ശഅബാൻ മാസത്തിന് പോരിശയുണ്ട്, റിസാലത്തിന്റെ കയ്യൊപ്പുള്ളത് കൊണ്ട്. ഈ മാസങ്ങളെല്ലാം പ്രവാചകന്റെ പരിശുദ്ധമായ നുബുവത്തിന്റെ നാവുകൊണ്ട് പോരിശയുള്ള മാസമാണെന്നെണ്ണിയപ്പോൾ ഒരു തവണയെങ്കിലും റബീഉൽ അവ്വൽ മാസം പോരിശയുള്ള ഒരു മാസമാണെന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചില്ല. ഒരു തവണയെങ്കിലും ആ മാസത്തിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ മക്ക മുക്കറമയിലോ മദീന മുനവ്വറയിലോ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട മാസത്തിന്റെ ബഹുമാനം പറയാനെന്നോണം ഒരു ഹൽഖ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടാക്കിയില്ല. അതിനുശേഷം 4 ഖലീഫമാര് റിസാലത്തിന്റെ കയ്യൊപ്പുള്ള മാസങ്ങളെയെല്ലാം ആദരിച്ചപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിന് ഒരു പരിഗണനയും നൽകിയില്ല. അതിനുശേഷം സഹാബത്തിന്റെ നൂറ്റാണ്ട് ബാക്കിയുള്ള മാസങ്ങൾക്കെല്ലാം ശരീഅത്തിന്റെ കയ്യൊപ്പോടെ അംഗീകാരം നൽകിയപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിന്റെ 1-ാം നൂറ്റാണ്ടുകാർ അംഗീകാരവും നൽകിയില്ല.
രണ്ടാം നൂറ്റാണ്ടിലെ താബീങ്ങളും നൽകിയില്ല, മൂന്നാം നൂറ്റാണ്ടിലെ തബൗ താബീങ്ങളും നൽകിയില്ല. അവർക്ക് അഷ്റഫുൽ ഖൽക്കിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. റബീഉൽ അവ്വൽ എന്നൊരു മാസം ശരീഅത്തിൽ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിന്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല. ഈ രീതിയിൽ 600 കൊല്ലം കഴിഞ്ഞിട്ട് മുളഫർ രാജാവാണ് റബീഉൽ അവ്വലിനെ പരിചയപ്പെടുത്തി തരുന്നത്. റബീഉൽ അവ്വൽ മാസത്തിൽ ചില ആഘോഷ പരിപാടികൾ ഉണ്ടാക്കി തന്നത്. ഇവിടെ സുപ്രീം കോടതിയുടെ ജഡ്ജിയും മുളഫർ രാജാവും തമ്മിൽ നമുക്ക് എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? സുപ്രീം കോടതി ജഡ്ജി വലിൽ മുത്തല്ലഖാത്തി എന്നുള്ള ആയത്തോതിയിട്ടാണ് അർത്ഥം വെച്ചത്. അവർ വിധിച്ച വിധിയിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ആ ജഡ്ജി മുസ്ലിം പെണ്ണിന്റെ നിലനിൽപ്പാണ് ശ്രദ്ധിച്ചത്. വായിക്ക് തോന്നുമ്പം തലാക്കും ചൊല്ലി എവിടെയെങ്കിലും പോയിട്ട് കെട്ടി പെണ്ണിനെ തൊലക്കുന്ന പുരുഷവർഗത്തിന് കടിഞ്ഞാനിടുകയാണ് സുപ്രീം കോടതി ജഡ്ജി ചെയ്തത്. അതിലാരും തെറ്റ് കണ്ടെത്തിയിട്ടില്ല, ജഡ്ജിയുടെ നിഗമനത്തിൽ തെറ്റ് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ കേരളക്കാരായ നമ്മളടക്കം ഇവിടുത്തെ 100% മുസ്ലിമീങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. തെറ്റായതുകൊണ്ടല്ല, ശരീഅത്തിന്റെ കയ്യൊപ്പില്ലാത്തത് കൊണ്ട്. നുബുവത്തിന്റെ കയ്യൊപ്പിൽ, റിസാലത്തിന്റെ കയ്യൊപ്പിൽ ശരീഅത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ലാത്തത് കൊണ്ട്. എങ്കിൽ ഈ മുളഫർ രാജാവ് ഉണ്ടാക്കിയ ഈ വ്യവസ്ഥിതി ആ നൂറ്റാണ്ടിൽ അത് രാജാക്കന്മാരുടെ ഏർപ്പാട്, പിറ്റത്തെ കൊല്ലം നാട്ടുരാജാക്കന്മാരുടെ ഏർപ്പാട്, പിറ്റത്തെ കൊല്ലം പ്രമാണിമാര് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊരു അനുഷ്ഠാനമായി മാറി. ഇപ്പോൾ ഈ അനുഷ്ഠാനം ആദർശമായി മാറി. ഇവിടെയാണ് റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട പരിപാടികളെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇൻഷിറാഹോടെ ശ്രദ്ധിക്കേണ്ട വിഷയം. വിമർശന ബുദ്ധിയല്ല ഇവിടെ വിഷയം, തർക്കമല്ല വിഷയം. ഇൻഷിറാഹോടെ കാര്യം മനസ്സിലാക്കിയെടുക്കണം. സുപ്രീം കോടതി ശരീഅത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വിധി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായിട്ട് തിരിഞ്ഞ നാം, മുളഫർ രാജാവ് ശരീഅത്തിന്റെ ഭാഗം പോലെ റബീഉൽ അവ്വൽ ഇബാദത്തിന്റെ മാസമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മൾ പോസിറ്റീവായിട്ടും കാണുന്നു, ഇത് നമ്മൾ നെഗറ്റീവായിട്ടും കാണുന്നു. ഇതിലുള്ള സത്യാസത്യം എന്താണെന്ന് അറിയാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് വിഷയം. അതേ സന്ദർഭത്തില് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽക്കിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് അംഗീകരിക്കാൻ മുസ്ലിം ലോകം തയ്യാറാണ്, തയ്യാറാകേണ്ടതാണ്, ഇനിയും അത് തുടരേണ്ടതാണ്. അതെന്താണ്? തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കലാണ്. എന്തു പറഞ്ഞു റസൂലുള്ളാഹി തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച്? തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിക്കപ്പെട്ടു. അപ്പൊ അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പ് നോക്കുന്നത് അന്നത്തെ ദിവസമാണ് എന്നെ പ്രസവിച്ചത് എന്റെ ഉമ്മ എന്ന്. അത്ര നല്ല വാക്ക് മതി. ശരീഅത്തിന്റെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ അഷ്റഫുൽ ഖൽക്കിന്റെ ജന്മത്തിന്റെ അംഗീകാരം കിട്ടിയത് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കണമെന്ന അംഗീകാരമാണ്. അത് റബീഉൽ അവ്വൽ മാസത്തിലെ മാത്രം നോമ്പായാൽ വല്ലാഹി അത് ബിദ്അത്തിന്റെ നോമ്പാണ്. വർഷത്തിലെ 52 തിങ്കളാഴ്ചയും നോമ്പ് നോക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ തിങ്കളാഴ്ചക്ക് ഒരു മാസവുമായിട്ട് ബന്ധമില്ല, ഒരു വർഷവുമായിട്ട് ബന്ധമില്ല. ആയുസ് തീരുന്നത് വരെയുള്ള തിങ്കളാഴ്ചകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ തിങ്കളാഴ്ചയിലെല്ലാം അഷ്റഫുൽ ഖൽക്കായ മുത്തിന്റെ ജന്മത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ കിട്ടിയ വിഷയം അതാണ്. അത് തീർച്ചയായും അടുത്ത തിങ്കളാഴ്ച മുതൽ മരിക്കുന്നത് വരെ നാം നടപ്പിലാക്കണം. എന്തിന്? അഷ്റഫുൽ ഖൽക്ക് ജനിച്ച സന്തോഷം പ്രകടിപ്പിക്കാൻ. എന്തുകൊണ്ടാണ് നടപ്പിലാക്കണമെന്ന് പറയുന്നത്? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ വന്നതായതുകൊണ്ട്. അതേസമയം റബീഉൽ അവ്വൽ മാസം വരാൻ പോവുകയാണ്. പല കോലാഹലങ്ങളും കാണാം. ഇബാദത്ത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, സൽക്കർമ്മം എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, സദക്കയല്ലേ, സക്കാത്തല്ലേ, നല്ല കാര്യമല്ലേ, മോശമല്ലല്ലോ, സലാത്തിയല്ലേ, ദിക്റിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിലെ സാധാരണക്കാരായ ആണ് പെണ്ണുങ്ങളുടെ വിശ്വാസക്കുറവിനെയും വിവരക്കേടിനെയും സ്വന്തം താല്പര്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദുരുപയോഗം നടത്താൻ അഷ്റഫുൽ ഖൽക്കിന്റെ ജന്മവുമായി റബീഉൽ അവ്വലിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞത് തികച്ചും ശരീഅത്ത് വിരുദ്ധമാണ്. അത് ബിദ്അത്ത് തന്നെയാണ്, അതിന് യാതൊരു സംശയവും ആർക്കുമില്ല. ഇതാണ് സുഹൃത്തുക്കളെ സംഘടന വിഷയം. ഇതാണ് അക്കാര്യത്തിലുള്ള യഥാർത്ഥമായ വിഷയം.
അപ്പൊ നമ്മൾ ചോദിക്കും, റബീഉൽ അവ്വൽ മാസത്തിൽ അന്നത്തെ ദിവസം ഒരു 12-ന്റെ അന്ന് വേറൊരു കാര്യം, തംബീഹുൽ ഗാഫിലീൻ എന്ന് വെച്ചൊരു കിതാബുണ്ട്, ബഅദീതാവ. ആ കിതാബിൽ ബാബു ഫദ്ലി ആശൂറ കാണാം. ആശൂറ ദിവസത്തിന്റെ പോരിശ പറയുന്ന അധ്യായം ഇങ്ങനെ നോക്കിയാൽ മുഹറം 10 നടന്ന സംഭവങ്ങളുടെ കൂട്ടത്തിൽ അവസാനം നടന്നത് ഫീഹി വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ ജനിക്കപ്പെട്ടത് മുഹറം 10 കാണാം, റമദാനിലാണെന്ന് കാണാം, റജബിലാണെന്ന് കാണാം, റബീഉൽ അവ്വൽ തന്നെ 7-നാണെന്ന് ഭൂരിപക്ഷ അഭിപ്രായം കാണാം, 9-നാണെന്ന് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട്. ഉള്ളത് അതാർക്കും സംശയമില്ല. അതെന്താ? തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് എന്ന കാര്യം ഭൂലോകത്താർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അഷ്റഫുൽ ഖൽഖ് ജനിച്ച ദിവസം